ഹലോ മച്ചാൻ പുതിയ വീഡിയോയിലൊക്കെ നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വീഡിയോ ആണ്. അത് കണ്ടു. എന്താ വെച്ചാൽ ഒരുപാട് ദിവസത്തിന് ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ വന്നത്. ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറയേണ്ട ഒരുപാട് ദിവസം ഗ്യാപ്പ് വന്ന് വീഡിയോ ഗ്യാപ്പ് ഞാൻ വരുത്തുന്നതല്ല, ഓരോരോ കാരണങ്ങളും കൊണ്ട് ഗ്യാപ്പായി വന്നതാണ്. അതൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന കാര്യം നമ്മൾ ഇനി വീഡിയോസ് ഉണ്ടാവും. ഇത് ഇത്ര ദിവസം പറഞ്ഞാലല്ല, സോറി ഗൈസ്, എല്ലാ വീഡിയോയിലും എങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇത്ര ദിവസം പറഞ്ഞാലല്ല എന്ന്. പക്ഷേ ഇനി ഞാൻ പറയാണ് എന്തായാലും നല്ലൊരു കുറേ കണ്ടന്റ് ഇപ്പോൾ ഇനി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ കണ്ടന്റ് ആയിരിക്കും നമ്മുടെ ചാനലിൽ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടന്റ് കിങ് എന്ന് വരെ വിളിച്ചേക്കാം. ഇതൊക്കെ അതിൽ കണ്ടന്റുകൾ വരാതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നേക്കണമെന്ന് വെച്ചാൽ ആലുവയിലാണ്. നമ്മുടെ ഒപ്പം അതിലുണ്ട്, നാസുണ്ട്, ഞങ്ങൾ മൂന്നുപേരോട് ഇന്ന് വന്നേക്കണത് ആലുവയിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ MVDന്ന് എനിക്കിതായിട്ടൊരു പേപ്പർ വന്നിട്ടുണ്ട്, ഒരു പോസ്റ്റ് വന്ന്. അതെന്താ സംഭവം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പോസ്റ്റ്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അതുമാത്രമല്ല, നമ്മളൊരു ക്യാമറ എടുത്ത് പോകാൻ വേണ്ടിയാണ് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ നിങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ പോണ റൂട്ടിൽ തന്നെയാണ് ആലുവയിൽ. അപ്പോൾ ആലുവ പുളിഞ്ചോട് ഭാഗത്തായിട്ട് ഒരു ക്യാമറ ഉണ്ട്. അതിവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ക്യാമറയും കൊണ്ട് നിറഞ്ഞൊക്കെയാണ്. വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടാവും, ഇവൻ എന്താ ഈ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി എടുക്കണേ. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ലൈസൻസ് ഇല്ല എന്നൊക്കെ പണ്ടത്തെ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് ദിവസത്തെ എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് കയ്യിലേക്ക് ഇട്ടേക്കാണ്. MVD എന്ന് പറഞ്ഞ പേപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ലൈസൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പൊട്ടിക്കാൻ പോണേണ്. അത് പൊട്ടിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് AI ക്യാമറയുടെ മുമ്പിൽ പോയിരുന്ന് പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സംഭവം എങ്ങനെ ഉണ്ടാവും? ഇനി ക്യാമറയുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുത്താൽ എന്നെ അന്വേഷിച്ചു വരുമോ? അന്വേഷണം പറഞ്ഞ പക്ഷേ പിടികാറുണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ എന്തൊക്കെയായാലും ഞങ്ങൾ പോകാൻ പോണേണ്. ഇപ്പൊ പോണ റൂട്ടിൽ തന്നെയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചുകൂടി നീങ്ങാൻ എത്തും. എങ്ങനെ ആവും സംഭവം എന്ന് അറിയാൻ പാടില്ല. അത് ചെന്നുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുക, എങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറ്റും, എന്തെങ്കിലും ചെയ്തു നോക്കാം. അപ്പൊ പൊളിക്കാലാ, പോയാലാ? ക്യാമറ പിടിച്ചോ. ഞങ്ങൾ എന്തൊക്കെയായാലും പോണ റൂട്ടിലേക്ക് പോവാം. ബാ. പിന്നെ ഈ ലൈസൻസ് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞാനിവിടെ ഉണ്ടായില്ല. ഞങ്ങളെല്ലാവരുടെയും ഒരു 3-4 ട്രിപ്പിലായിരുന്നു. 3-4 ട്രിപ്പിലായിരുന്നു. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പം മിനിയാന്നാണ് വീട്ടിൽ സാധനം വന്നത്. പക്ഷേ വീഡിയോ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. കാരണം യാത്രാ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തൊക്കെയായാലും വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ഇറങ്ങി. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ക്യാമറയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ക്യാമറ ഒന്ന് കാണിച്ചു തരാം. ക്യാമറ. ഹായ് ഗൈസ്, ഹലോ ഓഫീസേഴ്സ്, ഞങ്ങൾ വന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ഒതുക്കാം. വണ്ടി ലെഫ്റ്റ് ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് അൺബോക്സ് ചെയ്യണം. എന്നിട്ട് എന്താ വെച്ചാൽ അൺബോക്സ് ചെയ്യാൻ അത്ര ഉള്ളൂ. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത് തന്നെ അൺബോക്സ് ചെയ്യണം എന്നുള്ളത്. അതായത് AI ക്യാമറയുടെ മുമ്പിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാറുള്ളൂ എന്നൊക്കെ അറിയാമല്ലോ. കണ്ടന്റ് അപ്പോൾ വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു വെറൈറ്റി ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം AI ക്യാമറ വന്നിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ആരും തന്നെ ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു കണ്ടന്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കാണ്. ഇനി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്ക്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇതുവരെ ആരും ചെയ്യണം. ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയില്ലായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാറായിരുന്നു. നമ്മൾ ഇറങ്ങിപ്പോയാ നാസറി പോയി. മൂന്നാറൊക്കെ ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് വന്ന്. ഇന്നലെ നല്ല ക്ഷീണം കാരണം ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ വരാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയായാലും കുഴപ്പമൊന്നുമില്ല. ഫുൾ ഓണായി എല്ലാവരും. ഇവൻ ഓണായിട്ടില്ല. ഇവൻ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ മോറണ്ടാ മൂന്നാറിലെ എഫക്റ്റ് ഒന്നും എൻ്റെ മാറിയുള്ളതെന്ന് തോന്നല്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കലാപരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ബാ. നമ്മുടെ ലൈസൻസ് എടുക്കാൻ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഗൈസ് അറിയില്ല ഞങ്ങളെ പോലീസിന് ഇതിൻ്റെ പേരിൽ പിടിച്ചിട്ടുണ്ടോന്ന് ഇല്ലയെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഇത് അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു അൺബോക്സ് ചെയ്യണ ഒരു വീഡിയോ ജസ്റ്റ് നമ്മൾ റോഡിൽ നിന്ന് ചെയ്യണം. അത്രയും രീതിയിലുള്ള നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിൽക്കണമെന്ന് പറയുന്നത് പൊളിഞ്ചോടുള്ള AI ക്യാമറയുടെ മുമ്പിലാണ് ഇത് കണ്ട ക്യാമറ. ഹായ് ഗൈസ്, സാർമാർക്കൊരു ഹായ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുമ്പിൽ നിന്ന് അൺബോക്സ് ചെയ്യണ ഒരു കർമ്മം കൂടി നമുക്ക് അൺബോക്സ് ചെയ്യണ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ
ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക കേട്ടോ. ക്യാമറ തരാം. നമ്മുടെ കയ്യിൽ നമ്മുടെ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് MVD നിന്ന് എനിക്കൊരു പേപ്പർ വന്നേക്കണത്, പോസ്റ്റ് വന്നേക്കണത്. ഇനി എന്തെങ്കിലും വരാൻ കിടക്കണ്ടോന്ന് അറിയാൻ പാടില്ല കേട്ടോ, വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെയായാലും ക്യാമറയുടെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് പൊട്ടിച്ചാല. അപ്പൊ ഇനി എനിക്ക് വണ്ടി ഓടിക്കാലോ. കിട്ടി എന്റെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. കയ്യിലേക്ക് തിരിച്ചാൽ ഇതിനകത്ത് തന്നെ ഇട്ട്, ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും കൈ പിടിച്ചേക്കാം പേപ്പർ. ഇതുമ്മ വേറെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഉള്ളൂ. ലൈസൻസിൻ്റെ പിന്നെ എടുത്ത് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും തന്നെ കാര്യം ഇതൊക്കെ അറിയാം. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വണ്ടി കയറാം, തിരിച്ച് പോവാം. തിരിച്ച് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാം, പോവാം. വീടെത്താറായിട്ടോ. അപ്പോൾ നല്ല വിശപ്പ് എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ചായ ഇങ്ങനെ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി വരാറുള്ള നമ്മുടെ മെയിൻ സ്പോട്ടായ ടീ സ്പോട്ടിലേക്ക് തന്നെ വന്നേക്കാണ്. നേരെ ടീ സ്പോട്ട് അടുത്തത്. അപ്പോൾ അവിടേക്ക് കയറാൻ നമുക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളത് കടയിലെത്തിട്ടോ, ടീ സ്പോട്ടിലെത്തി. അമ്മമാർ കയറണ്ട് പോയി നമുക്ക് 3 ചായ പറയാം, വേറെ എന്തെങ്കിലും തിന്നാം. നീൻ സംഗീതം ഇനി നീൻ സല്ലാപം, നീൻ ശ്രീരാഗം ഇന്നലെയും അനുരാഗം, നിൻമിഴികളിലൂറും സ്നേഹം, നിൻ കനവിൽ വിരിയും മോഹം, നിൻ കൈകൾ ചേരും നേരം ഞാൻ പനിനീർ മലരാകും. മെഹബൂബ मैं तेरे महबूबा, महबूबा मैं तेरे महबूबा. ഗൈസ്, ഞാൻ അതൊന്ന് ഓർഡർ ചെയ്യാൻ പോയപ്പോഴേക്കും കണ്ട അവസ്ഥയാണ് ഇവിടെ. പാട്ടുപാടും ഡാൻസൊക്കെയാണ്. എന്തിനാ വലിയ പാട്ടൊക്കെ ഉണ്ടെന്നൊക്കെ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഞാൻ ചെയ്ത് കയ്യിലൂടെ ഉള്ളപ്പോൾ ഭാര്യയോടെ പാട്ടോട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഓർഡർ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ 3 പൊറോട്ട റോൾ ഓർഡർ ചെയ്ത്, ഒരു വെജിറ്റബിൾ ഓർഡർ ചെയ്ത്, ഒരെണ്ണം മീറ്റ്, പിന്നെ ഒരു ഓംപ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധനം എത്തിയിട്ടുണ്ട്. 3 ഉണ്ട്. അപ്പോൾ 3 നമുക്ക് ഏതെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. 3 ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് നമുക്ക് പറയാം. അറ്റാക്ക് ചെയ്യാം. വാ ടൈം സ്റ്റാർട്ട് നൗ. കൊണ്ട് പൊള്ളിപ്പോയി ഗൈസ്, സംഭവം കൊള്ളാം, സെറ്റ് സാധനം. ഓംലേറ്റ് ഉണ്ട്.
ഞാൻ എന്നത് വെജിറ്റബിൾ പക്ക അടിപൊളിയാണ്. അടുത്തത് നോട്ടെ കേട്ടോ. അടി ഓംപ്ലേറ്റും കുഴപ്പമില്ല. കിടിലോ സ്റ്റീ. ഇനി മീറ്റ് നോക്കിയാലോ. മീറ്റ് ഭയങ്കര അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കിടിലൻ സാധനം. മൂന്നും വേറെ വൈബ് സംഭവമായിട്ട്. അപ്പോൾ 3 ടേസ്റ്റ് നോക്കി വേറെ ലെവൽ സാധനം. പിന്നെ എന്തൊക്കെ ഒരു ചായ പറയാം, ചായ കൊണ്ട് കുടിക്കാം. ഗൈസ് അപ്പോൾ തിന്നതിനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മാരോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടായ സംഭവം സാധനം ഇടില്ല, 3 നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ നമ്മുടെ ഇക്ക പൊറോട്ട റോള് വേറെ വൈബട്ടോ. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാ. ആ സംഭവം വേറെ ലെവലാ, അടിപൊളിയാണ്. എന്തായാലും വൈകുന്നേരം സ്നാക്സിന് കഴിക്കാൻ പറ്റിയ വൈകുന്നേരം സ്നാക്സിന് കഴിക്കാൻ പറ്റിയ സാധനം പറഞ്ഞോടാ. വൈകുന്നേരം സ്നാക്സിന് കഴിക്കാൻ പറ്റിയ സാധനം അടിപൊളിയാണ്. ഒരു ചായ ഉണ്ടെങ്കിൽ സൂപ്പർ. കഴിച്ച് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പിലായിരുന്നു കയറിയത്. ഇപ്പോൾ വിശപ്പൊക്കെ മാറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് വയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ സ്പോട്ടുകാർ മറക്കേണ്ടത് ടീ സ്പോട്ട്. നമ്മുടെ ആലുവ മൂന്നാർ റൂട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്. സ്പോട്ട് ഒരുപാട് പേർക്ക് അറിയാം. ഇനി അറിയാത്തതായാലുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ റൂട്ട് പോകണ എല്ലാവരും ഇവിടെ കയറി ഒന്ന് ഇത് ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്നിട്ട് റിസൾട്ട് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. വേറെ ലെവലായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണത്. ഇവിടുത്തെ ഫുഡൊക്കെ വേറെ വൈബാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ഇവിടെ നിന്നോട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായോളൂ. നമ്മൾ ക്യാമറയുടെ അവിടെ പോയി മെയിനായിട്ട് ഇതാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് എന്തൊക്കെയായാലും അറിയിക്കണം. വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിയതാണ്. ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യാവാറായി, 6:38. അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ തന്നെ ഇരുട്ടാവും. അതിന് മുമ്പായിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ പിന്നെ ഗോപ്രോയിൽ ചാർജും തീർന്ന്. അപ്പോൾ മച്ചാമാരെ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ മച്ചാമാരെ ഇതിനേക്ക് ഇടുക്കാച്ച് വേറെ ലെവൽ വീഡിയോ ആയിട്ട് ഇനിയും വരുമാരായിരിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചാൽ നിങ്ങളുടെയും സ്വന്തം മച്ചാൻ.